അവന്റെ ഒരു പാട്ട വണ്ടി. നീ ഇനി ഇത് കൊണ്ടുവന്ന് എനിക്കൊന്ന് കാണും. എന്റെ വണ്ടിയെ തുടരും. എന്തോ എങ്ങനെ എടച്ചക്ക, നീ വലിയ ആളാ അല്ലേ? ഇത് കണ്ടോ, ഞങ്ങളുടെ അപ്പന്മാര് മേടിച്ചെന്ന സൈക്കിളാ. ഇതിനെ തോപ്പിക്കാൻ നീ ആയിട്ടില്ല. അവനും അവന്റെ ഒരു പാട്ട വണ്ടി. നിങ്ങൾ നോക്കിക്കോ, ഞാനും വാങ്ങും ഒരു സൈക്കിൾ. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ല, അപ്പോഴാ അവന്റെ ഒരു സൈക്കിള്. പോടാ പോ. വാടാ പോകാം. എന്തുവാടാ നിന്റെ ദേഹത്തിരിക്കുന്നേ? ഇന്ന് ആരുമായിട്ടായിരുന്നു കുസ്തി? നിന്നാടാ ചോദിച്ചേ? സത്യം പറയടാ. സത്യം പറയാ. സത്യം പറയടാ. സത്യം പറയടാ. എന്താണ് ഈ കാട്ടുന്നത്? ഓനെ ഇങ്ങനെ തല്ലിയാലോ? എന്നോട് പടശവും പൊറുക്കൂല. നോക്ക് വിരാനിക്കാ അവന്റെ കോലം. എന്റെ പിള്ളേരുമായി വഴക്കൂടിയിട്ട് വന്നിരിക്കുക. രാവിലെ ഇറങ്ങും, വിശപ്പുമില്ല ദാഹവുമില്ല. കുട്ടികളായ അങ്ങനെയാ. ആവശ്യത്തിന് വിളിച്ചാ ഈ പരിസരത്തും അവനെ കാണില്ല. നിന്നെക്കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. മോളിതങ്ങോട്ട് പിടിച്ചോളി. പച്ചക്കറി ഞമ്മടെ വീവി അനക്കു വേണ്ടി തന്നുവിട്ടോ. ഇപ്പം നോമ്പല്ലേ ഇങ്ങക്ക്? നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ എവിടം വരെയായി? ഓ, ഞങ്ങൾക്ക് എന്നാ ക്രിസ്മസ് അബീരാനിക്ക? ഇവന്റെ അപ്പൻ അങ്ങ് പോയതോടെ എല്ലാം കഴിഞ്ഞില്ലേ? എന്ത് നല്ല മനസ്സനായിരുന്നു. ഓ നമ്മുടെ ഉറ്റ ചങ്ങാതിയല്ലായിരുന്നു. ഓനിപ്പൊ ഇവിടെ ഉണ്ടായിരുന്നേ ഒരു പള്ളിപ്പെരുന്നാളായിരുന്നേന്. ആ, നല്ലവരെ പടശോൻ ഈ ദുനിയാവിന്ന് നേരത്തെ അങ്ങോട്ട് വിളിക്കും. ഓൻ നല്ല ആൺകുട്ടിയായിരുന്നു. ഓന്റെ അതേ സ്വഭാവമാ നമ്മുടെ ജോണിമോന്. ഇജ്ജ് സങ്കടപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല. പടശോന്റെ കിതാബില് ഓരോ നെയ്യ് വെച്ചിട്ടുണ്ട്. മനുഷ്യന്മാരെ കൊണ്ട് അത് മാറ്റാൻ പറ്റും. ആ, ഞമ്മള് പോയിട്ട് പിന്നെ വരാം. പീടികയിലൊന്ന് കയറണം. പോട്ടെ മക്കളെ. ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരത്തിഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.
എൻ്റെ ദൈവമേ, ക്രിസ്മസ് ആയിട്ട് എൻ്റെ കുഞ്ഞിനെ ഒരു ഉടുപ്പോ ഒരു നല്ല ഭക്ഷണമോ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. ജോണിമനെ, എടാ ജോണിയേ. ആഹാ, നീ ഇതെവിടായിരുന്നു? ഞാൻ വിചാരിച്ചു നീ അകത്തായിരിക്കുമെന്ന്. അമ്മ, ആ തോമാച്ചായന്റെ കടയിൽ നിന്ന് സീർട്ട് കൂട് തീർക്കാൻ പോയതാമേ. മോനെ, ആ കടയിലൊന്ന് പോയിട്ട് വന്നേ. കുറച്ച് സാധനം മേടിക്കാനുണ്ട്. ആ പെട്ടിപ്പുറത്ത് സഞ്ചിയും കടലാസും ഉണ്ട്. വേഗം ചെല്ലേ. ഞാൻ പിന്നെ പോവാ, ഇതൊന്ന് ഞാൻ ഉണ്ടാക്കിക്കോട്ടെ. വേണ്ട വേണ്ട, വന്നിട്ടുണ്ടാക്കിയാൽ മതി. വേഗം പോയിട്ട് വാ. കാലത്തിന്റെ ഒരു പോക്ക്, തൊട്ടനും പിടിച്ചതിനും ഒക്കെ തീ പിടിച്ച് വരിക. അതെ അതെ, ഇടത് ഭരിച്ചാലെന്താ വലത് ഭരിച്ചാലെന്താ, മണിക്കൂറുകൾ വെച്ചല്ലേ വില കൂടുന്നത്. പറഞ്ഞത് ന്യായം. നമ്മുടെ അവറാച്ച മുതലാളി അല്ലയോ പോയത്? അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ, വായിക്ക് എത്ര കിട്ടിയാലും മതിയാത്ത. തനിക്ക് നാണമില്ലടൂ അയാളുടെ മുൻപിൽ പോയി തല കുമ്പിട്ട് നിൽക്കാൻ. തല കുമ്പിട്ടാലെന്നാ 1000 രൂപ കച്ചവടം കിട്ടിയത്, അതും ഇവിടെ വിൽക്കാതിരുന്നേ അരിക്ക്. താനൊക്കെ കൂടി ഇത്ര അല്പന്മാരെ പൊക്കി പിടിക്കുന്നു. റബ്ബർ പോലെ ഒരു നട്ടലുള്ളതുകൊണ്ട് തനിക്കൊക്കെ ഏതറ്റം വരെ പോകാനും ഒരു ബുദ്ധിമുട്ടില്ല. ആ, എന്നാ വേണം? ഇച്ചിരി സാധനം വേണമായിരുന്നു. പറ്റെത്രയായെന്നറിയാവോ? 500 രൂപയായി. ഇനി നിനക്ക് തരാൻ സാധനമില്ല. പോയി നിന്റെ അമ്മയെ വിളിച്ചോണ്ടും വാ. എന്താ പാപ്പി ഇത്? ഒരു കൊച്ചു കുഞ്ഞല്ലയോ? അവരുടെ അവസ്ഥ തനിക്ക് അറിയരുത്. ആ ചെറുക്കൻ മരിച്ചതോടുകൂടി അവര് ഭയങ്കര ബുദ്ധിമുട്ടില്ല. ആ പള്ളിക്കാരില്ലായിരുന്നെങ്കിൽ അവര് വല്ല കടത്തിണ്ണയിലും കിടക്കുമായിരുന്നു. തവണ കൂടി ഒന്ന് ക്ഷമിക്കും. പിള്ളാച്ചോ, തനിക്ക് എത്ര വിഷമാണെങ്കിലേ താൻ ആ കാശ് താടൂ. അല്ല പിന്നെ. എന്റെ പൊന്നു പാപ്പി, ഞാനിവിടെ വന്നിട്ടുമില്ല, തന്നെയൊട്ട് കണ്ടിട്ടുമില്ല, എനിക്കൊന്നും പറയാനുമില്ല. ഷേ, എന്താടാ ഇത്?
നീ കടയിൽ പോയില്ലേ? എന്തിയാ സാധനം? അയാള് പറഞ്ഞു സാധനമില്ലെന്ന്. അമ്മയോടങ്ങോട്ട് എല്ലാം പറഞ്ഞു. എന്റെ ദൈവമേ, നമ്മളിനി എന്തു ചെയ്യും? ആരുണ്ടോ നമ്മളെ സഹായിക്കാൻ? അമ്മ കരയുവാണോ? അമ്മ കരയണ്ട, നമ്മളെ സഹായിക്കാൻ ദൈവമുണ്ട്. അമ്മ വിഷമിക്കണ്ട, എല്ലാം ശരിയോ. മാതാവേ, അവറാച്ചനാന്നേ. നാട്ടുകാർ പറയുന്നു അവറാച്ചൻ മുതലാളി ആരും സഹായിക്കുന്നില്ലെന്ന്. സഹായിക്കാനുള്ളവരെയൊന്നും ഈ അവറാച്ചൻ കാണുന്നില്ലേ? എന്റെ ആവശ്യങ്ങളൊക്കെ നിനക്കറിയാമല്ലോ മാതാവേ. ഞാനിതവിടെ അങ്ങോട്ട് എഴുതിയിടുക, നീ അതിഞ്ഞ് സാധിച്ചു തന്നേക്കും. മാതാവേ, ഞങ്ങൾക്കൊന്നുമില്ല, ആരുമില്ല ഞങ്ങളെ സഹായിക്കാൻ. കഞ്ഞി വെക്കാൻ അരിയില്ല, കടക്കാരൻ ഞങ്ങൾക്ക് സാധനം തരുന്നില്ല, ഞങ്ങളുടെ കയ്യിൽ പണമില്ല. എൻ്റെ കൂട്ടുകാർ എന്നെ കളിയാക്കുന്നു. അവർക്ക് സൈക്കിളുണ്ട്. എൻ്റെ അമ്മ ഒത്തിരി വിഷമിക്കുന്നു. ആർക്കും ഞങ്ങളെ വേണ്ട, ആരുമില്ല ഞങ്ങളെ സഹായിക്കാൻ.
പാപമൊഴുകിയ മനസ്സിൽ നീതി വിതറിയ സുദിനം പാപമൊഴുകിയ മനസ്സിൽ നീതി വിതറിയ സുദിനം മുകളിൽ ദൂതരും പിറവി വാഴ്ത്തുകയായി ഇടയ വീതികൾ പുലരി കാണുകയായി ഓ അമ്മേ അമ്മോ ഒന്ന് ഓടി വായോ. എന്നടാ എന്നതാ പറ്റിയേ?